കേരളത്തിൽ മതവിമർശനത്തിൻ്റെ പേരിൽ അല്ലെ മതത്തിൻ്റെ പേരിൽ മതത്തിനെതിരായിട്ട് എഴുതിയെന്ന പേരിൽ ആളുകളുടെ കൈയും തലയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു കേരളത്തിൽ ആദ്യമായിട്ട്. പി കൃഷ്ണമൂർത്തി IPS എന്ന് പറയുന്ന ഒരാളാണ് അന്നത്തെ ഇവിടുത്തെ IG. പലരും അച്യുതമേനോടക്കം അദ്ദേഹത്തെ വിമർശിച്ചു. അധ്യക്ഷൻ കേരള ഐക്യവാദി സംഘത്തിൻ്റെ പ്രസിഡന്റ് അഴീക്കോട് മാഷ്, പ്രിയപ്പെട്ട പാർവതി ചേച്ചി, പവനൻ അവാർഡ് ഏറ്റുവാങ്ങിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാരശ്ശേരി മാഷ്, ഇന്നിവിടെ മതമില്ലാത്ത ജീവൻ അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള കൊച്ചു സുഹൃത്തുക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ തന്നെ ഏതാണ്ട് 1.25 മണിക്കൂറായി നമ്മളുടെ മീറ്റിംഗ് ആരംഭിച്ചിട്ട്. അപ്പോൾ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് 15-20 മിനിറ്റ് കൂടുതൽ ആരും ആരെയും ശ്രദ്ധിക്കില്ല എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മീറ്റിങ്ങും ഒരു 60 മിനിറ്റ് കൂടുതൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇല്ലാതാകുന്നതാണ്. പക്ഷെ കേരളത്തിൽ ആ ഒരു സംസ്കാരം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ ഈ അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്ന കുട്ടികൾ പോലും ഒരു പക്ഷേ വളരെയധികം ബോറടിക്കുന്നുണ്ടാവും ഇത്രയും പ്രസംഗം കേട്ടിട്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ചടങ്ങുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പവനെ അനുസ്മരിച്ച് 5 മിനിറ്റ് മാത്രം ഞാൻ സംസാരിക്കുകയാണ്. 1925 പവൻ വടക്കേ മലബാറിൽ ജനിച്ചത്. അദ്ദേഹം കാലത്തിന് മുന്നേ നടന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കേരള ഐക്യവാദി സംഘത്തിൽ 1-2 ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് അവതരിപ്പിക്കാം. പണ്ട് തിരുവനന്തപുരത്ത് സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു കേരളത്തിൽ ആദ്യമായിട്ട്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങും. നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പവനുണ്ട്, പവന ഭാഷേൻ്റെ മുമ്പിലുണ്ട്. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിമർശനം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ അതേക്കുറിച്ച് വിശദീകരണം വളരെ യുക്തിഭദ്രമായി. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് സമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് അംഗീകരിക്കുന്ന തൊഴിലല്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൻ്റെ ചില ദശാസന്ധികളിൽ അവരങ്ങനെ ഒരു തൊഴിലിൽ ഏർപ്പെട്ടു. അവർക്ക് അതിനകത്ത് ചില അവകാശങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ പരിവർത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം തന്നെ എത്രയോ ലേഖനങ്ങൾ എഴുതി. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ്. പണ്ട് ഇതേപോലെ തൃശ്ശൂരിൽ ഒരു മീറ്റിംഗ് നടന്നു. അതിനകത്ത് ഏലസ് വിതരണം ചെയ്യുക. ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന ജ്വല്ലറിൻ്റെ പേരിലാണ് ഏലസ്. അപ്പോൾ അത് അന്നത്തെ ഇവിടുത്തെ ദക്ഷിണമേഖല മധ്യമേഖല DIG, അന്ന് മധ്യമേഖല DIGയുടെ ഓഫീസ് പെരുമ്പാവൂരാണ്, തൃശ്ശൂരാണ്. പി കൃഷ്ണമൂർത്തി IPS എന്ന് പറയുന്ന ഒരാളാണ് അന്നത്തെ ഇവിടുത്തെ IG. അയാളാണ് അന്ന് അത് വിതരണം ചെയ്തത്. ആ യോഗത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹം അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അദ്ദേഹത്തെ പോലീസുകാർ ഏതാണ്ടൊരു ബലം പ്രയോഗിച്ച് തന്നെ ആ ഹോളിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നീട് ഈ സാഹിത്യ അക്കാദമി ഹാളിൻ്റെ മുന്നിൽ എഴുത്തിനിരുത്തൽ എന്ന് പറയുന്ന ഒരു പരിപാടി സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തി. അതിനു മുമ്പിൽ സമരം ചെയ്ത ഒരാളാണ് അദ്ദേഹം ഈ സാഹിത്യ അക്കാദമിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ച ആളാണ്. ഈ സാഹിത്യ അക്കാദമിക്ക് ഒരുപക്ഷെ ഇന്നത്തെ രൂപം നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ആളാണ് പവന മാഷ്. അല്ല, പവന സാറ് ഈ സ്ഥാപനത്തിന് മുന്നിൽ തന്നെ അന്ന് അതിനെതിരായിട്ട് സമരം നടത്തി. അതിന് അദ്ദേഹത്തിന് അന്ന് സംഘടനയ്ക്കും അദ്ദേഹത്തിനും യുക്തിഭദ്രമായിട്ടുള്ള അതിന് വിശദീകരണം ഉണ്ടായിരുന്നു, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ പല സമരങ്ങളും അദ്ദേഹം ഏറ്റെടുത്തു. അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടൊരു സമരമാണ് ഗുരുവായൂർ അമ്പലത്തിൽ സ്വർണം പൂശുക എന്നുള്ളത്. അന്ന് പലരും അച്യുതമേനോടക്കം അദ്ദേഹത്തെ വിമർശിച്ചു. പക്ഷേ അദ്ദേഹം അന്ന് ആ സമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ സ്വർണം പൂശുമ്പോൾ അത് ആ പൈസ ഉപയോഗിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം, അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളാണ് അപ്പോൾ അവന് മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും
ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചില അങ്ങനെ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കേണ്ടി വരും. അപ്പം അങ്ങനെ അദ്ദേഹം അവസാനം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തി. അന്ന് ആ വിടവാങ്ങൽ പ്രസംഗം അദ്ദേഹം എഴുതി തയ്യാറാക്കിയതും അദ്ദേഹം പറഞ്ഞു തന്ന് തയ്യാറാക്കിയതും അത് അന്ന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്ന് ആ കോഴിക്കോട് സമ്മേളനത്തിൽ വായിച്ചത് ഞാനാണ്. അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് മതവർഗീയതയുടെ ഭീഷണിയെക്കുറിച്ചാണ്. അന്ന് അദ്ദേഹം ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ മതവിമർശനത്തിൻ്റെ പേരിൽ അല്ലെ മതത്തിൻ്റെ പേരിൽ മതത്തിനെതിരായിട്ട് എഴുതിയെന്ന പേരിൽ ആളുകളുടെ കൈയും തലയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ച് ഇന്നും റെക്കോർഡിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ആക്കം കൂട്ടുന്നു, ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പിറ്റേ ആഴ്ച വന്ന ലേഖനം, ആ ലേഖനത്തിൽ ഒരു അറിയപ്പെടുന്ന സാഹിത്യകാരൻ പറഞ്ഞിരുന്നത്, ഈ പവനനൊക്കെ ശരീരത്തിൻ്റെ ഏത് ഭാഗം വെച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ആക്ഷേപമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച് 8 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ജോസഫ് മാഷറെ കൈപ്പത്തി നഷ്ടപ്പെട്ടത് മൂവാറ്റുപുഴയിൽ. അപ്പം അങ്ങനെ ഒരു പാഠപുസ്തകത്തിൽ അങ്ങനെ എന്തെങ്കിലും എഴുതിയെന്ന് വെച്ചുകൊണ്ട് ഒരാളുടെ കൈപ്പത്തി വെട്ടിമാറ്റപ്പെടുക എന്ന രീതിയിലേക്ക് കേരളം മാറി എന്നുള്ളത്, അല്ലെങ്കിൽ മാറിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ നായകന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. ഈ കൈപ്പത്തി പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തിൽ മതവർഗീയത എന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാലശേഷി മാഷ് പറഞ്ഞു, ഈ ചേകന്നൂർ മൗലവിയുടെ തിരോധാനം അത് 4ഓ 5ഓ ലെയറിലായിട്ട് നടത്തപ്പെട്ടൊരു കൊലപാതകമാണെന്നാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസുകാർ പറഞ്ഞത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് ഒരു ടീം, അത് വേറൊരു വാഹനത്തിലേക്ക് കൈമാറ്റി ആ മൗലവിയെ കൈമാറിയത് വേറൊരു ടീം, കൊന്നത് 3ാമത്തെ ടീം, 4ാമത്തെ ടീമായ കൊണ്ടുവന്ന് ചുവന്ന വണ്ടി കൊണ്ട് കുഴിച്ചിട്ടു, 5ാമത്തെ ടീം ആ ചുവന്ന വണ്ടിയിൽ നിന്ന് ആ ബോഡി എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ടു. ഈ 5 ടീമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു ടീമിനെ പിടിച്ച് എത്രമാത്രം ഭേദ്യം ചെയ്താലും കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ രണ്ടാമത് ചെയ്ത ആൾക്കാരെ ഇവർക്ക് അറിയില്ല. ആ രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണ്. ഇവിടെ കലാശേഷി മാഷ് പറഞ്ഞ മാതിരി അനവധി പുസ്തകങ്ങൾ എഴുതിയ ഒരു മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന ചേകന്നൂർ മൗലവി. പക്ഷേ ആ ചേകന്നൂർ മൗലവിക്ക് വേണ്ടി ഇവിടെ ആരും ശബ്ദിച്ചില്ല. ആരുമെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കേരള യുക്തിവാദി സംഘം തുടക്കം മുതൽ പവന സാറും അതിൽ കലാധര മാഷൊക്കെ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഉദാഹരണം ഞാൻ പറയാം. ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും എഴുതി പ്രസിദ്ധീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മടിയാണ്. ഇന്നലെയും മിനിങ്ങുന്നതുമായിട്ട് സൗദി അറേബ്യയിൽ മെക്കയിൽ മരിച്ചത് 1000-ൽ പേരാണ്. ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1000-ൽ പേര്. അതിനകത്ത് 96 മുതൽ 102 വരെ ആളുകൾ ഇന്ത്യക്കാരാണ് ഈ മരിച്ചതിൽ. മലയാളത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഈ വാർത്ത വന്നിട്ടുണ്ടോ? നിങ്ങൾ ഇവരുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. മോർ ദാൻ 1000 എന്നാണ് പറഞ്ഞത്. ഈ 1000 പേര് മരിച്ചൊരു വാർത്തയല്ലേ? ഈ 1000 പേരിൽ 100ഓളം പേര് ഇന്ത്യക്കാരാണ്. അതിനകത്ത് 100% ഉറപ്പാണ് ഒരു 10 പേരെങ്കിലും മലയാളികളായിരിക്കും, 10 കൂടുതലായിരിക്കും. പക്ഷേ ഈ വാർത്ത എന്തുകൊണ്ടാണ് പത്രങ്ങൾ കൊടുക്കാത്തത്? നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം. കുട്ടികൾ ആലോചിക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിലെ മലയാളം, മാതൃഭൂമി, മനോരമ അടക്കമുള്ള പത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കാത്തത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇനിയും ജോസഫ് മാഷന്മാരുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ പവനം മാഷും കലാധര മാഷും ഒക്കെ തന്നെ പണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും പ്രസംഗിച്ചാൽ ഒരുപക്ഷെ അവരുടെ കയ്യും കാലും നഷ്ടപ്പെടും. എന്തുകൊണ്ടെങ്കിൽ നമ്മുടെ ഭരണകൂടം ഭയപ്പെടുന്നതൊക്കെ മനസ്സിലാക്കാം. അവർക്ക് വോട്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ മാധ്യമങ്ങളും ഭൂരിപക്ഷം മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും എന്തിനായി ഭയപ്പെടുന്നുണ്ട്? ഈ ജിദ്ദയിൽ അല്ലെങ്കിൽ മക്കയിൽ 1000 പേര് കൊല്ലപ്പെട്ടു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് അവർ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നേരിട്ട്. അവർക്ക് സ്വാഭാവികർക്ക് ഇഷ്ടപ്പെടില്ല. അവരാ പത്രം നിർത്തും, അവരെ ചാനൽ കാണില്ല. ഈ രീതിക്കാണ് ഇത് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ
വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമായി പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് പവനൻ സാറ് അല്ലെങ്കിൽ പവൻ സാറിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന ഒരു പുസ്തകം എഴുതി, കേരളം ചുവന്നപ്പോൾ എന്ന പുസ്തകം എഴുതി. അദ്ദേഹം 1957 കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ലേഖനമായിരുന്നു അദ്ദേഹം. അന്ന് നമുക്ക് അത് തമാശ ഉണ്ടായത്, AR മേനോൻ, അദ്ദേഹം തൃശ്ശൂർക്കാരനും കൂടിയാണല്ലോ, AR മേനോനായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി. ഈ സത്യപ്രതിജ്ഞ ഫിക്സ് ചെയ്തിരുന്ന ഒരു ഇത് ഇവിടെ എന്ത് കാലത്താണ്, രാഹുകാലത്തായിരുന്നു. അപ്പോൾ AR മേനോൻ ജ്യോത്സ്യന്മാരെ കണ്ടിട്ട് തീരുമാനിച്ചു ഞാൻ ആ സമയത്ത് പോകില്ല, അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ EMS എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, AR മേനോൻ വരുന്നില്ല, സത്യപ്രതിജ്ഞയുടെ സമയം കഴിഞ്ഞു. അവസാനം ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നോളൂ. അപ്പോൾ അന്ന് പവനൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ഈ പറയുന്ന EMS വളരെയധികം അസ്വസ്ഥനായി, അദ്ദേഹത്തിൻ്റെ വരവ് കാത്തിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ സമയനിഷ്ഠയുടെ കാര്യത്തിൽ വളരെ കർക്കശക്കാരനായിട്ടുള്ള ആളുകൾ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സമയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ചില്ലാണ്, അന്നൊക്കെ വാച്ച് ഒരു ലക്ഷറിയാണ്. അവസാനം പവന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്ന ഫെവർലൂബ വാച്ചെടുത്ത് EMSൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ഈ ഭരണകൂടവുമായിട്ടും പാർട്ടിയുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരു പവനൻ എന്തുകൊണ്ടാണ് യുക്തിവാദം എന്ന് പറയുന്ന ആശയം തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും ഭരണത്തിൽ പങ്കാളിയാവാനും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷേ യുക്തിവാദ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്നെപ്പോലെ 1-2 പേരേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൂടുതൽ അർഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ്. അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ വന്ന് അതിനകത്ത് പ്രവർത്തിക്കേണ്ട ഒരാളാണ് പവനൻ. അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് മിനിറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. വലിയൊരു അംഗീകാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് സീറ്റോ ഒന്നും തന്നെ അദ്ദേഹത്തിന് അപ്രാപ്യമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത് അദ്ദേഹം യുക്തിവാദത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, ഇന്ന് ഈ അവാർഡ് മേടിക്കുന്ന കുട്ടികൾ ഈ ആശയത്തിൻ്റെ പ്രാധാന്യം ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുന്നേ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചതാണ് ഈ മതം വേണ്ട, ഈ നോ കാസ്റ്റ് നോ റിലീജിയൻ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജ്. നിങ്ങൾക്ക് ഒരു പക്ഷേ പൂർണ്ണമായിട്ട് യോജിപ്പുണ്ടാവാതിരിക്കാം. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ആ ഒരു ആശയത്തിൻ്റെ പുറത്ത്, അവർ വിശ്വസിക്കുന്ന, അവരുടെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്ന ആശയത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് മതമില്ല, ജാതിയില്ല എന്ന് എഴുതി ചേർത്തപ്പോൾ നിങ്ങളൊരു നവോത്ഥാനത്തിൻ്റെ ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ഇതുകൊണ്ടുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഈ പവനെ പോലെയും കലാനാഥ മാഷെ പോലെയും ഇവിടെ കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞ് MC ജോസഫ്, കുറ്റിപ്പുഴ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ പ്രൊഫസർ A.T. കോവൂർ ഇവരൊക്കെ ഈ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ സമൂഹം ഇന്നത്തെ രീതിയിലെങ്കിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങളെ പോലെ നമ്മൾക്ക് വളരെ ഒരു ഇരുണ്ട ഒരു കാലഘട്ടം നമ്മൾക്കായിപ്പോയേനെ. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു സാമൂഹ്യ പുരോഗതിയും സമൂഹത്തിൽ അവർ ചെയ്ത ആ ത്യാഗം തന്നെയാണ്, ത്യാഗങ്ങളും അവരുടെ എന്താ പറയുന്ന അവരുടെ ആ സംഭാവനകളൊക്കെ തന്നെ, അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ വിശ്വാസം അതേപടി ഒരു മക്കൾ പിന്തുടരണമെന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. പക്ഷേ നിങ്ങളതിനകത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഔന്നത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പവനനെ ഞാൻ ഒന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ